നമസ്തേ. ഇന്ന് ദശകം 7 ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും അതാണെന്ന് വായിക്കാൻ പോകുന്നത്. കേൾക്കാം. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാതാ പുനാ തസ്വാർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി സാധാ സ്വയം യം യശസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ പുസ്ഫീതരജോ വികാരവികസജ്ഞാനോ സൃഷ്ട്യഷാരസാ സ്വയം വിശ്വവിസർഗദത്തഹൃദയേ സംപശ്യമാനാ സ്വയം ബോധം കല്യനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേതി ഏവം ഹി വൈവാഹസിം വാണിമേനകമശിശ്രവ ശ്രുതിസുഖാം കൂർവസ്തദാ പ്രേരണാം കോസൗ മാമാവദത് പുമാനിധി ജലാപൂർണജഗന്മമണ്ഡലേ ദിക്ഷു ദിക്ഷക്കിമപ്യനിഷിതാവന വാക്യാർത്ഥമുത്പശ്യത. ദിവ്യം വർഷസഹസ്രമാക്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം മായായത്ര കഥാവിനോ വികരുതേ ഭാതേ ജഗദ്ഭൂബഹീം ശോകം ക്രോധവിമോഹസാധ്യസുഖമാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദച്ചരിജ യാത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേതാമവിവാഹിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാ തുഷാ നാനാഭൂഷണരത്നദീപിതാ ദിശോ രാജാത്തിമാനാലയാ ഭക്തിപ്രാപ്ത തഥാ വിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തൽത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. നാനാദിവ്യവധു ജുനൈർ അഭിവൃത വിദ്യുലതാ തുല്യയാ വിശ്വാത്മനാദന ഹൃദയ ഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വൽപാദാംബുജ സൗരഭൈക കൗതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യാസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തൽത്തേ പാദം ദേഹി മമേ. ഇതിൻ്റെ അർത്ഥമായിട്ട് പറയാമെന്ന് അർത്ഥം പറയാം. ഇതെല്ലാം ഞാൻ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വർണ്ണനകളാണ് കേട്ടോ. അല്ലയോ ദേവ, ഇപ്രകാരം 14 ലോകങ്ങൾ ഉൾപ്പെടുന്ന വിശ്വാകാരം പൂണ്ട അവിടുന്ന് പിന്നീട് ആ വിരാട രൂപത്തിന് മുകളിൽ സത്യലോകത്തിൽ സ്വയം ജാതനായി ത്രിലോകത്തിൻ്റെയും ജീവാത്മാവായ അങ്ങയെ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു. ഈ ഹിരണ്യഗർഭൻ വർദ്ധിച്ച രജോ ഗുണത്താൽ നാനാവിധത്തിലുള്ള സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നതിൽ രസമുള്ളവനായി തീർന്നു. ആ ഹിരണ്യഗർഭൻ പ്രപഞ്ച സൃഷ്ടിയിൽ ദത്തഹൃദയനായെങ്കിലും വിശ്വത്തെക്കുറിച്ചുള്ള ബോധം ലഭിക്കാതെ ചിന്താകുലനായി വിശ്വത്തിന് പതിയായ ഭഗവാനെ അവിടുന്ന് അപ്പോൾ ബ്രഹ്മാവിനെ തപസ്സിന് പ്രേരിപ്പിക്കുന്നതിനായി തപ് എന്ന ശ്രുതിസുഖരമായ ആശരിഗിരി കേൾപ്പിച്ചു. തപ് എന്ന് അതിൻ്റെ ആശരിഗിരി കേൾപ്പിച്ചു. ആരാണ് തന്നോടിങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് ജലപൂർണമായ ജഗത് മണ്ഡലത്തിൽ പല ദിക്കുകളിലേക്കും ബ്രഹ്മാവ് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. എങ്കിലും തപ എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ബ്രഹ്മാവ് 1000 ദിവ്യവർഷക്കാലം തപസ്സിൽ മുഴുകി. അപ്രകാരം ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ട അവിടുന്ന് സ്വനിലയമായ ഏകത്ഭൂതരൂപമായ വൈകുണ്ഠലോകത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. സർവശക്തനായ ഭഗവാനെ ജഗത്തിന് പുറത്ത് ശോഭിക്കുന്നതും പരമമായ ജ്യോതിസിൻ്റെ പ്രകാശരൂപമായതും മായാവികാരങ്ങളാകുന്നതും
ശോകക്രോധ വിമോഹ ഭയ ഭാവങ്ങളില്ലാത്തതും സാന്ദ്രാനന്ദ പ്രവാഹമയമായതുമായ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠരൂപം ജയിക്കട്ടെ. എവിടെയാണോ ഭഗവത്ഭക്തിയാൽ ഉന്നത പദത്തിൽ വിരാജിക്കുന്നവരും 4 കൈകളോടു കൂടിയവരും ഇന്ദ്രനീല രത്നങ്ങൾക്കു സമം നിർമ്മല കാന്തി ഉള്ളവരും അണിഞ്ഞിരിക്കുന്ന രത്നാഭരണങ്ങളുടെ ശോഭ കൊണ്ട് ദിക്കുകൾ പ്രകാശമാക്കുന്നവരും ശോഭിക്കുന്ന വിമാനങ്ങളിൽ പാർക്കുന്നവരും ഉള്ളത് ഈ ഇടം മാലിന്യങ്ങളാകുന്ന വൈകുണ്ഠരൂപമായ അവിടുത്തെ നിലയെ ജയിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. ബാക്കി ഭാഗം പിന്നെ.